السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وسيدنا وحبيبنا محمد وعلى آله وصحبه أجمعين أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 19/5/2017 വെള്ളിയാഴ്ച UAE ഖുത്ബ സക്കാത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആമുഖമായി വിശുദ്ധ ഖുർആനിലെ വറഹ്മതി വസിഅത് കുല്ല ഷൈ, എൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളിലും വ്യാപിച്ചിരിക്കുന്നു. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് വേണ്ടി ഞാൻ എൻ്റെ കാരുണ്യം പിന്നീട് രേഖപ്പെടുത്തും. വയുഅ്തൂന സക്കാ, സക്കാത്ത് നൽകുന്നവർക്കും ഞാൻ എൻ്റെ കാരുണ്യം രേഖപ്പെടുത്തും. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, എൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും അത് ഞാൻ രേഖപ്പെടുത്തുമെന്ന ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിനെ തന്റെ അടിമകൾക്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. അല്ലാഹു പറയുന്നു, വഅഖീമുസ് സ്വലാത വആതുസ് സക്കാഹ്, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് നൽകുകയും വേണം. വിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ തന്റെ സമ്പാദ്യത്തിന്റെ നിശ്ചിത വിഹിതം അത് അർഹതപ്പെട്ടവർക്ക് കൊടുത്തുവീട്ടലാണ്, സക്കാത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പോലെ, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 5 കാര്യങ്ങളിലാണ്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരാണെന്ന് വിശ്വസിക്കലുമാണ്, പ്രഖ്യാപിക്കലാണ് ഒന്നാമത്തേതെങ്കിൽ. വ ഇഖാമിസ് സ്വലാഹ്, രണ്ടാമത്തേത് നിസ്കാരം നിലനിർത്തലാണ്. വ ഈതാഇസ് സക്കാഹ്, സക്കാത്ത് കൊടുത്തുവീട്ടലാണ്. വൽ ഹജ്ജി വ സൗമി റമളാൻ, നാലാമത്തേതും 5-ാമത്തേതും റമളാനിലെ വ്രതവും ഹജ്ജ് ചെയ്യലുമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിനെ പലയിടങ്ങളിലും നിസ്കാരത്തോട് അന്വരിച്ചുകൊണ്ട് നിസ്കാരത്തോടൊപ്പം ഒന്നിച്ചു പറയുന്നത് കാണാം. കാരണം നിസ്കാരം അടിമയും ലോകരക്ഷിതാവായ അല്ലാഹുവും തമ്മിലുള്ള ബന്ധമാണ്. എന്നാൽ സക്കാത്ത് സൃഷ്ടികൾ പരസ്പരമുള്ള ബന്ധത്തിന്റെ ഭാഗമാണ്. ഏറ്റവും വലിയ വിജയി എന്ന് പറയുന്നത് ഈ 2 നന്മകളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുകയും നിസ്കാരം ഭംഗിയായി നിലനിർത്തുകയും സ്വന്തം സ്വത്തിൽ നിന്ന് സക്കാത്ത് കൊടുത്തുവിട്ടുകയും ചെയ്തവനാണ്. മുഅ്മിനീങ്ങളെ, എപ്പോഴാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്? എത്രയാണ് ഒരാൾ സക്കാത്തായി നൽകേണ്ടത്? വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രകാരം പൂർണ്ണമായ ഒരു ഹിജ്റ വർഷം ഒരു നിശ്ചിത അളവിലുള്ള സമ്പാദ്യം ഒരാളുടെ കയ്യിലുണ്ടായാൽ ആ സമ്പാദ്യത്തിന് അയാൾ സക്കാത്ത് നൽകേണ്ടതുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പോലെ, മനിസ്തഫാദ മാലൻ ഫലാ സക്കാത്ത അലൈഹി, കയ്യിൽ സ്വത്തുണ്ടായി എന്നതുകൊണ്ട് മാത്രം സക്കാത്ത് നൽകേണ്ടതില്ല. ഹത്താ യഹൂല അലൈഹിൽ ഹൗൽ, ആ സമ്പാദ്യം തന്റെ കയ്യിൽ 1 വർഷം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുപോലെ സക്കാത്ത് നിർബന്ധമാവാനുള്ള മറ്റൊരു നിബന്ധന, ദീൻ നിഷ്കർഷിച്ചിരിക്കുന്ന അളവ് ആ സ്വത്ത് ഉണ്ടായിരിക്കണമെന്നാണ്. കയ്യിൽ നിലവിലുള്ള നാണയങ്ങളിൽ അത് കണക്കാക്കുമ്പോൾ ഒരാളുടെ കയ്യിൽ 12,500 ദിർഹം 1 വർഷം മുഴുവൻ നിലനിൽക്കുന്നുവെങ്കിൽ ആ സമ്പാദ്യത്തിന് അയാൾ സക്കാത്ത് നൽകേണ്ടതുണ്ട്. അത് നൽകേണ്ടത് 2.5%. ആ സ്വത്തിന്റെ 2.5% അയാൾ സക്കാത്തായി നൽകേണ്ടത്. അതേസമയം മൃഗങ്ങളിൽ, ആടുമാട് ഒട്ടകങ്ങളിൽ സക്കാത്ത് നൽകേണ്ടത്, ആട് 40 എണ്ണം ഉണ്ടാകുമ്പോൾ അവയിൽ സക്കാത്ത് നിർബന്ധമാകും. ഒട്ടകം 5 എണ്ണം ഉണ്ടായാൽ സക്കാത്ത് നിർബന്ധമാകും. പശു 30 എണ്ണം ഉണ്ടായാൽ സക്കാത്ത് നിർബന്ധമാകുന്ന കണക്കെത്തിയിരിക്കുന്നു. ഇങ്ങനെയാണ്. എന്നാൽ കൃഷിയിൽ അത് വിളവെടുക്കുന്ന ദിവസം അതിന്റെ വിളവ് 653 കിലോഗ്രാം വിളവുണ്ടെങ്കിൽ നാം സംവിധാനങ്ങൾ ഒരുക്കി നനച്ചുണ്ടാക്കിയ കൃഷിയാണെങ്കിൽ 5%, ഇനി അതല്ലാതെ
താനെ ഇറിഗേഷൻ ചെയ്യാതെ വളർന്നുണ്ടായ കൃഷിയാണെങ്കിൽ 10 സകാത്ത് നൽകണമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. നല്ല സംശുദ്ധമായ സമ്പാദ്യത്തിൽ നിന്നാണ്, സ്വത്തിൽ നിന്നാണ് സകാത്ത് നൽകേണ്ടത്. ഖുർആൻ പറയുന്നത് പോലെ യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും, വിശ്വാസികളെ നിങ്ങൾ സമ്പാദിച്ചവയിൽ നിന്ന് സംശുദ്ധമായ വസ്തുക്കൾ മാത്രം നിങ്ങൾ ചെലവഴിക്കുക. വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നാം പുറപ്പെടുവിച്ചു തന്ന വസ്തുക്കളെയും നിങ്ങൾ ചെലവഴിക്കുക. വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ, മോശപ്പെട്ട വസ്തു ദാനമായി വ്യയം ചെയ്യാൻ നിങ്ങൾ കരുതി വെക്കുകയും അരുത് എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീക്ഷണപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും എല്ലാവിധം സകാത്തുകൾക്കും പകരമായി സകാത്ത് വിഹിതം പണമായി നൽകാവുന്നതാണ്. കച്ചവടങ്ങളിലെ നമ്മുടെ ഷെയറുകൾ പ്രസ്താവിക്കപ്പെട്ട കണക്കെത്തിയാൽ സകാത്ത് നൽകണം. ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപവും അവയുടെ ലാഭവും കണക്കാക്കി സകാത്തിന്റെ വിഹിതമെത്തിയാൽ അർഹതപ്പെട്ടവർക്ക് വിഹിതം നൽകേണ്ടതുണ്ട്. എന്നാൽ സ്ത്രീകളുടെ ആഭരണം അവ വ്യക്തിപരമായി ഉപയോഗിക്കുന്നവയാണെങ്കിൽ സകാത്ത് നൽകേണ്ടതില്ല. കടങ്ങൾക്ക് സകാത്ത് നൽകേണ്ടതുണ്ടോ എന്നതാണ് ഈ വിഷയത്തിൽ നമുക്കുണ്ടായേക്കാവുന്ന മറ്റൊരു ചോദ്യം. കടം നൽകിയവൻ അഥവാ പണത്തിന്റെ യഥാർത്ഥ ഉടമ ആ പണത്തിന് സകാത്ത് നൽകണം. പക്ഷേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെടുന്നത് പ്രകാരം ആ കടം തിരിച്ചു കിട്ടുമ്പോൾ ആ വർഷത്തേക്കുള്ള സകാത്ത് മാത്രമാണ് നൽകേണ്ടതുള്ളത്. വീക്ഷണപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവിടെയും ഉണ്ടായേക്കാം. നാം വാടകയ്ക്ക് നൽകുന്ന പ്രോപ്പർട്ടികളിൽ സകാത്ത് നൽകേണ്ടതുണ്ടോ? ഭൂമി, കെട്ടിടം പോലുള്ള സ്ഥാവര വസ്തുക്കൾക്ക് സകാത്ത് നൽകേണ്ടതില്ല എന്നതാണ് പണ്ഡിതാഭിപ്രായം. എന്നാൽ അവയിൽ നിന്ന് ലഭിക്കുന്ന വാടക സകാത്തിന്റെ നിസാബ് പൂർത്തിയാക്കിയാൽ, കണക്കെത്തിയാൽ, ഒരു വർഷം അത് കയ്യിലിരിക്കുകയും ചെയ്താൽ അവയിൽ സകാത്ത് നൽകേണ്ടതുണ്ട്. ഇനി ആർക്കാണ് സകാത്ത് നൽകേണ്ടത്? വിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീൽ ഫരീദത്തൻ മിനല്ലാഹി വല്ലാഹു അലീമുൻ ഹകീം. ഖുർആൻ പറയുന്നു, സകാത്ത് പരമദരിദ്രർ, അഗതികൾ, സകാത്തിന്റെ ജോലിക്കാർ, ഹൃദയങ്ങൾ ഇണക്കപ്പെടേണ്ട ആളുകൾ, അടിമയുടെ മോചനം, കടബാധ്യതയിൽ കുടുങ്ങിയവർ, ധർമ്മയുദ്ധത്തിനു വേണ്ടി സജ്ജരായ ആളുകൾ, ഗതിമുട്ടിയ യാത്രക്കാരൻ എന്നിവർക്കു മാത്രമാണ് സകാത്തിന് അർഹതയുള്ളത് എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു ഒന്നാമതായും രണ്ടാമതായും പറയുന്നത് പരമദരിദ്രരെയും അഗതികളെയുമാണ്. സ്വന്തം ബന്ധുക്കളിലെയും കുടുംബങ്ങളിലെയും പാവപ്പെട്ടവർക്ക് സകാത്ത് നൽകുന്നത് വഴി അല്ലാഹു പ്രതിഫലം ഇരട്ടിയായി നൽകുമെന്നാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം അതുവഴി സകാത്തിന്റെ പുണ്യവും കുടുംബ ബന്ധം ചേർക്കുന്നതിന്റെ പുണ്യവും ഒന്നിച്ചു കരഗതമാവുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, ഇന്ന സ്വദഖത അലൽ മിസ്കീനി സ്വദഖ, പാവപ്പെട്ടവന് വേണ്ടി നൽകുന്ന ധർമ്മം അത് സ്വതക്കയാണ്. എന്നാൽ ആ അതേ ധനം തന്നെ പാവപ്പെട്ടവനായ സ്വന്തം കുടുംബക്കാരന് നൽകുന്നുവെങ്കിൽ അത് 2 കാര്യങ്ങളാണ്. സ്വദഖത്തുൻ വസില, ഒന്നാമത്തേത് ധർമ്മമാണെങ്കിൽ രണ്ടാമത്തേത് അത് കുടുംബ ബന്ധത്തെ ചേർക്കലാണ്. അതേസമയം സ്വന്തം കുടുംബത്തിലെ താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക്, മാതാപിതാക്കളെപ്പോലെ, ഭാര്യയെപ്പോലെ, മക്കളെപ്പോലുള്ളവർക്ക് ധനം നൽകുക വഴി നമ്മുടെ നിർബന്ധ സകാത്ത് വീടുകയുമില്ല. മറ്റൊരു ചോദ്യം, ഒരു രാജ്യത്തു നിന്ന് അല്ലെങ്കിൽ ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് സകാത്ത് നീക്കം ചെയ്യാൻ പറ്റുമോ? മറ്റൊരു ദേശത്തുകാർക്ക് നൽകിയാൽ സകാത്ത് വീടുമോ എന്നതാണ്. അടിസ്ഥാനപരമായി സകാത്ത് വിതരണം ചെയ്യേണ്ടത് അതേ രാജ്യത്തു തന്നെയാണ്. എങ്കിലും നീക്കം ചെയ്യപ്പെടുന്ന രാജ്യത്ത് ആ സകാത്തിന് അർഹതയുള്ളവരും ആവശ്യമുള്ളവരും കൂടുതലാണെങ്കിൽ അങ്ങനെ ചെയ്യൽ അനുവദനീയമാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, സകാത്ത് നൽകുന്നതിന് സാമൂഹികവും വ്യക്തിപരവുമായ ഒരുപാട് ഗുണഫലങ്ങളുണ്ട്. ഖുർആൻ പറയുന്നത് പോലെ
ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. തിരുനബിയെ, അവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്ന സകാത്ത് അവരുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് താങ്കൾ വാങ്ങണമെന്ന് പുണ്യനബിയോട് ഖുർആൻ കൽപ്പിക്കുകയാണ്. തീർന്നില്ല, സകാത്ത് നൽകുക വഴി അല്ലാഹു അതിന്റെ ഉടമകൾക്ക് കാരുണ്യവും ഔദാര്യവും വളർച്ചയും ഏറ്റി നൽകുമെന്നാണ് ഖുർആൻ പറയുന്നത്. വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്. അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നിങ്ങൾ സകാത്ത് നൽകുമ്പോൾ ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ, അവർ തന്നെയാണ് സ്വന്തം സമ്പാദ്യങ്ങളെ ഇരട്ടിപ്പിക്കുന്നവർ എന്നാണ് ഖുർആൻ അവരെ കുറിച്ച് പറയുന്നത്. അല്ലാഹു അവർക്ക് ഇരട്ടിയായി പ്രതിഫലങ്ങൾ നൽകുമെന്നും അവരുടെ കർമ്മങ്ങളിൽ അനുഗ്രഹം ചൊരിയുമെന്നും അവരുടെ സമ്പാദ്യങ്ങളിലും അവരുടെ ജീവിതത്തിലും ഐശ്വര്യവും സമൃദ്ധിയും അല്ലാഹു നൽകുമെന്നും ഖുർആൻ വാഗ്ദാനം ചെയ്യുകയാണ്. സകാത്ത് നൽകുക എന്നത് ഒരാൾ യഥാർത്ഥ വിശ്വാസിയാണ് എന്നതിന്റെ അടയാളമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറയുന്നു, വസ്സദഖതു ബുർഹാനുൻ. സദഖ നൽകുന്നത്, സകാത്ത് നൽകുന്നത് ഈമാനിന്റെ അടയാളമാണ്. സകാത്ത് നൽകുക വഴി സാഹോദര്യവും സ്നേഹവും ആളുകൾക്കിടയിൽ സംജാതമാകും. വിവിധ കൈവഴികൾ അവിടെ ഉറവയെടുക്കും. അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം ആ സമൂഹത്തിന് അള്ളാഹുവിൽ നിന്ന് തണലായുണ്ടാകും. ഖുർആൻ പറയുന്നത് പോലെ നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും ചെയ്യുക. റസൂൽ, പ്രവാചകനെ നിങ്ങൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം നിങ്ങൾക്കുമേൽ വർഷിക്കപ്പെടും എന്ന് ഖുർആൻ നമുക്ക് വാക്കു നൽകുകയാണ്. മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ രാജ്യത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏറെ സുചിന്തിതമായ ഒരു നേതൃത്വത്തെ അള്ളാഹു ഈ രാജ്യത്തിനു നൽകി എന്നതാണ്. ആ നേതൃത്വം സകാത്തിന്റെ കാര്യത്തിൽ പരമമായ ശ്രദ്ധ ചെലുത്തുകയും അതിനായി മാത്രം സുന്ദൂഖുസ് സകാത്ത്, സകാത്ത് ഫണ്ട് എന്ന പേരിൽ ഒരു സമിതി രൂപീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. രാജ്യത്തെ സകാത്തുകൾ നിയന്ത്രിക്കുന്നതും അതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും ഈ സമിതിയാണ്. വിശുദ്ധ ഖുർആനിനെയും തിരുചര്യയെയും ആശ്രയിച്ചുകൊണ്ടാണ് ഈ സമിതി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ദേശങ്ങളിലേക്ക് അർഹരായവർക്ക് അർഹതപ്പെട്ട വിഹിതം എത്തിക്കുന്നതിന് ഈ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ്. ഇഷ്ടത്തോടെ സന്തോഷത്തോടെ സ്വന്തം സ്വത്തിന്റെ സകാത്ത് കൊടുത്തു വീട്ടുന്നവൻ മഹാഭാഗ്യശാലിയാണ്, വിജയിയാണവൻ. ഈ വിശുദ്ധമായ ശഅബാനിന്റെ ദിനരാത്രങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടതുണ്ട്. മുൻഗാമികൾ ശഅബാൻ മാസം ആഗതമായാൽ അവരുടെ സ്വത്തിന്റെ സകാത്ത് കൃത്യമായി ആളുകൾക്ക് വിഹിതം വെച്ച് നൽകാറുണ്ടായിരുന്നു, വീതിച്ചു നൽകാറുണ്ടായിരുന്നു. അതുവഴി അവർ ആഗ്രഹിച്ചിരുന്നത് തൊട്ടടുത്തു വരാനിരിക്കുന്ന വിശുദ്ധ റമളാനിൽ ഒരു പാവപ്പെട്ടവനും സ്വന്തം കാര്യങ്ങൾക്ക് പണമില്ലാതെ സാഹചര്യമില്ലാതെ ബുദ്ധിമുട്ടരുത് എന്ന അവരുടെ നല്ല മനസ്സായിരുന്നു. പൂർവസൂരികളുടെ സുന്ദരമായ ചര്യകൾ പിന്തുടരുവാനും അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുവാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.